നമസ്കാരം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്നതിന് മുമ്പ് ബി.ജെ.പിയുടെ സാധ്യതയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു അയോധ്യ ശ്രീരാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രം. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ലോകം മുഴുവനും ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ പോലും ബി.ജെ.പിക്ക് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ഗുണമുണ്ടായില്ല. അവിടെ പോലും പാർട്ടി പിന്നിലായിപ്പോയി. അയോധ്യ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫൈസാബാദിൽ എന്തുകൊണ്ടാണ് ബി.ജെ.പി വിജയിക്കാത്തത്? സൂക്ഷ്മമായ ഒരു വിലയിരുത്തൽ തന്നെ നമ്മൾ നടത്തിയാൽ എന്തായിരിക്കും അതിൻ്റെ പ്രധാന കാരണം? പ്രധാനമായിട്ടും രാഷ്ട്രീയമായ കാരണങ്ങൾ തന്നെയാണ്. കാരണം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഒരു ഉറച്ച സീറ്റൊന്നും ആയിരുന്നില്ല, പണ്ടും ആയിരുന്നില്ല, ഇപ്പോഴും അല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ 2 തവണയായി ബി.ജെ.പി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിലും അതിന് മുമ്പുള്ള ചരിത്രമൊന്നും ആ രീതിയിൽ ആയിരുന്നില്ല. ഫൈസാബാദാണ് ലോക്സഭാ മണ്ഡലം. നമ്മുടെ അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണത്തിൻ്റെ അതിലേക്കുള്ള ഒരു താക്കോൽ ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ നഗരപ്രദേശങ്ങളിൽ എല്ലാം തന്നെ ഇപ്പം അയോധ്യയിലാണെങ്കിൽ അയോധ്യയിൽ ബി.ജെ.പിക്കാണ് മുൻതൂക്കം വോട്ട് കിട്ടിയത്. ലല്ലു സിംഗ് ആയിരുന്നു അവിടുത്തെ ബി.ജെ.പിയുടെ സിറ്റിംഗ് MP. അദ്ദേഹത്തിനാണ് കൂടുതൽ കിട്ടിയത്. അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന SP സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവിടുന്ന് വിജയിച്ചത്. സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള പാസി സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു, പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. അത് തന്നെ അവിടുത്തെ ചില ജാതി സമവാക്യങ്ങളെ കൂടുതലായി പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പിന്തുണ കിട്ടി. ഒരു നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ ബി.ജെ.പിക്കാണ് വോട്ട് കിട്ടിയത്. അത് നഗര കേന്ദ്രീകൃതമായി മാറിയപ്പോൾ സമാജ്വാദി പാർട്ടിയിലേക്ക് മാറുന്നു. അതായത് വോട്ട് ജനങ്ങൾ എങ്ങനെയാണ് അയോധ്യ മണ്ഡലത്തിൽ, ഫൈസാബാദ് മണ്ഡലത്തിൽ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ അതാണ്. നഗരത്തിൽ ബി.ജെ.പിക്കും ഗ്രാമത്തിൽ സമാജ്വാദി പാർട്ടിക്കും കിട്ടുന്നു. യഥാർത്ഥത്തിൽ അവിടെ എനിക്ക് തോന്നുന്നു ബി.ജെ.പിയുടെ NDAയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി തന്നെയാണ് അവിടെ പാളിപ്പോയത്. കാരണം ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നാണ്. ഏകദേശം 22% പിന്നോക്ക വിഭാഗം OBCയിൽ നിന്നാണ്. അതായത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ളത് തന്നെ ഏകദേശം ഒരു 20-20 വരും. മുസ്ലിങ്ങളും ഏകദേശം 18% വരും. അങ്ങനെ ഈ 3 വിഭാഗങ്ങളും വളരെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഏകദേശം പകുതിയോളം വോട്ടർമാരുടെ പകുതിയോളം എത്തും, പകുതിയിലേറെ വരും. അപ്പോൾ ഈ ഒരു വിഭാഗത്തിന്റെ ഒന്നിക്കലാണ് യഥാർത്ഥത്തിൽ UP-യിൽ ഒട്ടാകെയും ഫൈസാബാദിലെ വലിയ ഗതി നിർണായകമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം അതിന്റെ കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾ, പിന്നോക്ക വിഭാഗക്കാർ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരും ദളിതുകളും ഇവരെ ആകർഷിക്കാനുള്ള എന്ത് പദ്ധതിയായിരുന്നു ബി.ജെ.പി സ്വീകരിച്ചത് ആ മണ്ഡലത്തിൽ എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രശ്നത്തിന്റെ കാതലിലേക്ക് കടക്കുന്നത്. രാമജന്മഭൂമി അവിടെ ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളത് ശരിയാണ്. ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ബി.ജെ.പി അത് രാജ്യമെമ്പാടും പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം അല്ലെങ്കിൽ പ്രകടന പത്രികയിലെ ഒരു ഇനം എന്ന നിലയിലാണ് അവരത് കണ്ടത്. അല്ലാതെ വലിയ ഒരു പ്രഘോഷണമൊന്നും രാജ്യമെമ്പാടും ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു അവകാശവാദങ്ങളൊന്നും ബി.ജെ.പി ഉയർത്തിയിരുന്നില്ല. പക്ഷേ ആ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ UP-യിലും ഒട്ടാകെയും നോർത്ത് ഇന്ത്യയിലും ഒക്കെ രാമജന്മഭൂമി ഒരു വൈകാരികതയായി വോട്ടർമാർക്കുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അതൊരു വിഷയമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ബി.ജെ.പി പറഞ്ഞില്ലെങ്കിലും അതൊരു വിഷയമായി അത് നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഒട്ടേറെ രാമഭക്തന്മാരുള്ള നോർത്ത് ഇന്ത്യയിലും അത് തീർച്ചയായും ഒരു വിഷയമായിരുന്നു. പക്ഷേ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടതകൾ, അല്ലെങ്കിൽ അവിടുത്തെ വലിയ വികസനം വന്നു, എയർപോർട്ട് വന്നു, റെയിൽവേ സ്റ്റേഷൻ വന്നു, വലിയ വീഥികൾ വന്നു, അങ്ങനെ പരിഷ്കാരങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വലിയ രീതിയിൽ വന്നെങ്കിലും ഇതിന്റെ എല്ലാം വില കൊടുക്കേണ്ടി വന്നത് അവിടുത്തെ സമീപത്ത് താമസിക്കുന്ന ഗ്രാമീണരായിരുന്നു. ഇവരുടെ പ്രശ്നങ്ങളിലേക്ക് വേണ്ടത്ര രീതിയിൽ സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ
ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. അതിനുവേണ്ടി വലിയ രീതിയിൽ ഭൂമി ഏറ്റെടുത്തു, സ്ഥലങ്ങൾ വിട്ടുകൊടുത്തു. ഒപ്പം തന്നെ ഒത്തിരി നഷ്ടങ്ങൾ സഹിച്ച് അവിടുത്തെ 100 വർഷത്തിലേറെ ജീവിച്ചിരുന്ന ആൾക്കാർ പോലും അവിടുന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വന്നു. ഇവർക്കൊന്നും അർഹമായ ഒരു നഷ്ടപരിഹാരം നൽകാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനോ സർക്കാർ തയ്യാറായില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് പലതവണ പലർക്കും പല വേദിയിലും അവതരിപ്പിച്ചെങ്കിൽ പോലും വേണ്ടത്ര രീതിയിൽ വേണ്ടത്ര ഗൗരവത്തോടു കൂടി അവിടെയുള്ള യോഗ്യ സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഇത് ചെവിക്കൊണ്ടില്ല. മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ക്ഷേത്രം നിർമ്മിച്ചത് സർക്കാരല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇവിടെയുണ്ട്. ക്ഷേത്രം നിർമ്മിച്ചതിന് യാതൊരു പങ്കും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ഇല്ല. അതൊരു ട്രസ്റ്റാണ്. സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല. സർക്കാർ അതിനുള്ള ഒരു ഭൗതിക സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് സർക്കാർ അതിനകത്ത് കൂടുതൽ കൈകടത്തൽ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനത് ഡയറക്റ്റായി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെ ഒരു പങ്കാളിത്തമാണ് സർക്കാരുകൾക്കുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ആ സർക്കാരിൽ വന്നു ചേരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടുത്തെ ദളിത് മുസ്ലിം കൺസോളിഡേഷൻ എങ്ങനെ ഉണ്ടായി, അത് ഈ ചാർ സൗ പാസ് എന്നുള്ള ഒരു മുദ്രാവാക്യം അവിടെ എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ചത് എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമോ അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്ട്സോ ആയി നമുക്ക് അത് കാണാൻ സാധിക്കും. 400 സീറ്റിലേറെ BJP നേടുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ NDA നേടുകയാണെങ്കിൽ അത് ഭരണഘടന പൊളിച്ചെഴുതാനുള്ള ഒരു ഉപാധിയാകും എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രചരണം. ഇത് ദളിതുകൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വഴിമരുന്നിട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ പല നിരീക്ഷകരും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിലൂടെ തെളിയുന്നത്. ഈ ചാർ സൗ പാസ് എന്നുള്ളതിനെ ഈ ഒരു പ്രചരണത്തെ പ്രതിരോധിക്കാൻ BJPക്ക് വേണ്ട രീതിയിൽ സാധിച്ചിരുന്നില്ല. ഇത് മറ്റൊരു പ്രധാന കാരണമായി വന്നു എന്നുള്ളതാണ് UPയിലെ തിരിച്ചടിക്കും മറ്റൊരു കാരണമായി വരുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അയോധ്യ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്തുമ്പോൾ, നമുക്കൊരു സൂക്ഷ്മ അംശത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് എത്താനാവും. പക്ഷേ ഈ പ്രകടമായി ഇത്തരത്തിലുള്ള യാതൊരു സൂചനകളും നേരത്തെ കിട്ടിയിരുന്നില്ല. പ്രത്യേകിച്ചും രാമജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ കുടിയൊഴിപ്പിക്കലിൻ്റെ ആവശ്യം വരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വലിയ അളവിൽ മുസ്ലിങ്ങൾ ഈ ക്ഷേത്ര ദർശനം വരെ നടത്തിയത് നമ്മൾ കണ്ടു. ക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മുസ്ലിങ്ങളടക്കം അവിടെ വരികയും ശ്രീരാമ മന്ത്രം അല്ലെങ്കിൽ ജയ് ശ്രീരാം മുഴക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പൊതുവെ ഒരു സാമാജിക സമരസതയ്ക്ക് യാതൊരുവിധ ഭംഗവും ഈ രീതിയിൽ ഈ അയോധ്യ ശ്രീരാമക്ഷേത്രം കൊണ്ടുണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ക്ഷേത്രം കൊണ്ട് പ്രയോജനമുണ്ടായവരെല്ലാം ഇത്തരത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലെ ആളുകളുമുണ്ട്. അതായത് അവിടുത്തെ വഴിയോര കച്ചവടക്കാർ, അവിടുത്തെ മറ്റ് ചെറുകിട വ്യവസായികൾ, മറ്റ് തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാർ, ഇത്രയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റാലിറ്റി സൗകര്യം ഒരുക്കുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ, പുതിയ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ വിമാനത്താവളവും ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ ദിനങ്ങളിലെ വർധന, ഇതെല്ലാം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. അപ്പോൾ ആ ഒരു ഘടകം എങ്ങനെയാണ് തിരിച്ചടിയായി മാറുന്നത്? തീർച്ചയായും നമ്മൾ ആ വികസനത്തിന്റെ എവിടെയാണെങ്കിലും വികസനം എന്ന് പറയുമ്പോൾ തന്നെ വികസനത്തിന്റെ മറുവശം കൂടിയുണ്ട്. വികസനത്തിന് ഇരയാകുന്നവരുണ്ട്. ഈ ഇരയാകുന്നവരെ തീർച്ചയായും വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എങ്കിൽ അതൊരു തിരിച്ചടിയായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് നന്ദിഗ്രാമിൽ വലിയ വികസനം വരുമ്പോൾ കുടിയൊഴിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? നന്ദിഗ്രാമിൽ ഏക്കർ കണക്കിന് കർഷകരെ ഒഴിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. തീർച്ചയായും ക്ഷേത്രഭൂമിയിലാണ് അവിടെ നിലനിന്നിരുന്ന ഏക്കർ കണക്കിന് നമ്മൾ നേരത്തെ തർക്കഭൂമി എന്ന് വിളിച്ചിരുന്ന, ആരും ഉപയോഗിക്കാത്ത, ഫൈസാബാദ് എന്ന് പറഞ്ഞാൽ ഒരു വർഗീയതയുടെ നഗരം എന്ന് നേരത്തെ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് അവിടെ അതല്ല സ്ഥിതി. ജനങ്ങളിൽ വലിയ സന്തുഷ്ടി അവിടെ ഉണ്ട്. അവരുടെ ജീവൻ പ്രവർത്തനങ്ങൾ, ക്ഷേത്രം കേന്ദ്രീകൃതമായ വലിയ വികസനങ്ങൾ വന്നപ്പോൾ കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നു. ഒരു വലിയ എന്താ പറയുക, ഒരു ക്ഷേത്ര നഗരിയായി ആ നഗരത്തെ വളർത്തുകയാണ്. അത് തീർച്ചയായും ഭാവിയിൽ അവർക്ക് ഉപജീവന മാർഗവും അല്ലെങ്കിൽ വലിയൊരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായിട്ടും ഒക്കെ വളരും.
തീർച്ചയായും. പക്ഷേ അവിടെയും ഈ 100 വർഷത്തിലേറെ അല്ലെങ്കിൽ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന, പരമ്പരയായി താമസിക്കുന്നവർ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമ്പോൾ അവരുടെ ഒരു പ്രതികരണം തീർച്ചയായും അതൊരു വൈകാരികതയായിരിക്കും. അത് നമ്മൾ ഇവിടെയും കാണുന്ന നമ്മുടെ കേരളത്തിലും ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ റോഡിനാണെങ്കിൽ തന്നെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ട് പ്രാഥമികമായി എതിർപ്പ് വരുന്നു, അല്ലെങ്കിൽ വലിയ തുക നൽകാം എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പം ഒരു പക്ഷേ ചിലരൊക്കെ അതിന് വിസമ്മതിച്ചെന്ന് വരും. കാരണം പണത്തിന് മുകളിലാണ് ചിലപ്പോൾ അവരുടെ അതിൻ്റെ വൈകാരികതയുടെ വില വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് കാരണം ഇതിന് വർഷങ്ങളായി, കൊല്ലങ്ങളായി, പരമ്പരയായി ജീവിച്ചു വന്നവരുണ്ട്. അവർക്കൊരു പക്ഷേ എവിടെയെങ്കിലും അവരെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ടാവാം. അവരുടെ പ്രശ്നങ്ങൾ ഒരു പക്ഷേ എണ്ണത്തിൽ കൂടുതലൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതൊരു വൈകാരികമായ നിറം അതിന് വരുന്നു, അതിന് വർഗീയമായ ഛായ വന്നേക്കാം, എതിരാളികൾ അത് മുതലെടുത്തേക്കാം. ഏതായാലും തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമായി വരുന്നു. ഗ്രാമീണ തലത്തിൽ പോലും സമാജ്വാദി പാർട്ടി ഇത് ഉന്നയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയായിരിക്കും BJP 400 തികച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വികസനം കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്കറിയാമല്ലോ, ചെറിയ വിഷയങ്ങളായിരിക്കാം പക്ഷേ അതൊരു വലിയ വൈകാരികതയായി ചുറ്റുപാടും നിറയുകയും അതൊരു വിഷയമായി വരുന്നത്. അതിൻ്റെ ഒരു അളവ് നമുക്ക് അത്രമാത്രം തീർച്ചയാകുന്നത് ഒരു പക്ഷേ പത്രങ്ങൾ പോലും അത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതായിരിക്കാം. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള, അതായത് മുലായം സിംഗിന്റെ അനുയായി ആയിരുന്ന അവധേഷ് പ്രസാദിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ആ സ്ഥാനാർത്ഥി നിർണയം പോലും വളരെ കൃത്യമായിരുന്നു എന്നുള്ളതാണ് ഇതിന് ശേഷം മനസ്സിലാകുന്നത്. കാരണം പരിചയസമ്പന്നത വളരെ ഉള്ള ഒരു സീനിയർ നേതാവ് വരുന്നു. ആ നേതാവ് ഒരു പിന്നോക്ക വിഭാഗക്കാരനാകുന്നു. അവർ അഡ്രസ്സ് ചെയ്യുന്നത് നഗര കേന്ദ്രീകൃതമായിട്ടല്ല, അവർ വില്ലേജിലേക്ക് പോയി, ഗ്രാമങ്ങളിൽ പോയാണ് ഈ പ്രശ്നങ്ങൾ പറയുന്നത്. കാരണം കൂടുതൽ വോട്ടർമാരും ഗ്രാമങ്ങളിലാണുള്ളത്. ആ തന്ത്രം ഫലിച്ചു എന്ന് വേണം റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാക്കാൻ. ഈ മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് ഉത്തർപ്രദേശിൽ BJPക്ക് ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം. 70-ലധികം സീറ്റുകൾ BJPക്ക് ഉണ്ടായിരുന്നു, അവിടെ നിന്നും വളരെയധികം താഴെ പോയിരിക്കുന്നു. അതെ, ആ മണ്ഡലങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം. പകുതിയോളം സീറ്റുകൾ ആകെയുള്ള സീറ്റിന്റെ പകുതിയോളം ലഭിച്ചു. ആ മണ്ഡലങ്ങളിൽ ഉണ്ടായ ഒരു ധ്രുവീകരണം, ന്യൂനപക്ഷ കൺസോളിഡേഷൻ, BJP വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം, അതല്ലേ ഈ അയോധ്യയിലും ഉണ്ടായിരിക്കുക? ക്ഷേത്ര നിർമ്മാണം ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ സർക്കാർ വിരുദ്ധ തരംഗമാകാനുള്ള സാധ്യത ഉണ്ടോ? നമ്മൾ ഈ ഉത്തർപ്രദേശിലെ ഒരു മണ്ഡലത്തിന്റെ വിഷയം നമ്മൾ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തോന്നാം, ശ്രീരാമ ജന്മഭൂമിയിൽ BJP അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രകടന പത്രികയിൽ ഒരു ഇനമായി ഉയർത്തിക്കൊണ്ടുപോകുന്ന BJPക്ക് അവിടെ പ്രതിനിധിയില്ല എന്നൊക്കെ നമുക്കൊരു വിഷയമാക്കിയോ അല്ലെങ്കിൽ പ്രസംഗത്തിലുള്ള ഒരു ഇനമായിട്ടോ നമുക്ക് സംസാരിക്കാം. പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ വലിയ ക്ഷേത്രങ്ങളുണ്ട്, പ്രശസ്തമായ ആ ക്ഷേത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ എല്ലാവരും വിജയിക്കുന്നത് ആ സമുദായത്തിലുള്ളവരൊന്നും അല്ലല്ലോ. ഇപ്പം ഗുരുവായൂരാണെങ്കിൽ അങ്ങനെയല്ല, പത്തനംതിട്ട അങ്ങനെയല്ല, ഇങ്ങനെ ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നും അങ്ങനെയല്ല വരുന്നത്. അതൊന്നും രാഷ്ട്രീയമായ കാരണങ്ങളോ അല്ലെങ്കിൽ അതൊരു വൈകാരികത മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഫൈസാബാദ് മണ്ഡലത്തിൽ, അയോധ്യ ഉൾപ്പെടുന്ന മഹാക്ഷേത്രത്തിന്റെ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചില്ല എന്ന് പറയുന്നതിൽ അത്രമാത്രം ഇതിന്റെ രാഷ്ട്രീയമായ കാരണങ്ങളാണ്. ഇപ്പം UP പൊതുവെ ബാധിച്ചതിന്റെ, ഇപ്പൊ കുമാർ പറഞ്ഞതുപോലെ തന്നെ UP പൊതുവെ വന്ന BJPയുടെ പരാജയ കാരണമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് അവിടെയും വർക്ക് ചെയ്ത് എന്നുള്ളതാണ്. മറ്റുള്ള ഇപ്പം അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗിന്റെ ചില പ്രസ്താവനകളും അദ്ദേഹത്തിന് നെഗറ്റീവ് വോട്ടുകൾ ആയി മാറി എന്ന് വേണം വിശദീകരിക്കാൻ. അദ്ദേഹം പറഞ്ഞു, ഭരണഘടന തിരുത്തും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന അദ്ദേഹത്തിൽ നിന്നുണ്ടായി. പ്രധാനമന്ത്രി പോലും അത് ഇടപെട്ട് തിരുത്തിയതിന് ശേഷവും അദ്ദേഹം അത് ആവർത്തിച്ചു എന്നാണ് ക്യാമ്പയിനുള്ള അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിൽ ചില അവിശ്വാസം ആ പ്രദേശത്തുള്ളവർക്ക്, വോട്ടർമാർക്ക് ഉണ്ടാക്കിയിരിക്കാം. അതായത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചത്. സത്യത്തിൽ ഈ ക്ഷേത്ര നിർമ്മാണം അത് ഒരു അജണ്ടയാക്കാനും അല്ലെങ്കിൽ ഒരു വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആക്കാനും BJP ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം പറയാം. അതൊരു പരിധിവരെ സുപ്രീം കോടതി വിധിയുടെ ലംഘനവും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഉത്തർപ്രദേശിലെങ്കിലും ഇതിൻ്റെ ഒരു പ്രകടമായ അനുകൂല ഭാവം അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഫൈസാബാദിലടക്കം BJP പിന്നോട്ട് പോവുകയും ചെയ്തു.
എന്ത് നയമായിരിക്കാം പ്രതിപക്ഷം ഇതിൽ സ്വീകരിച്ചിട്ടുണ്ടാവുക? BJPയെ അവരുടെ ഉറച്ച കോട്ടയിൽ അടി പതറിക്കുക, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സമീപ ഭാവിയിൽ ഉത്തർപ്രദേശിലൊരു കക്ഷി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി തുടർഭരണം നേടുന്നത്. അതെ. വലിയ രീതിയിലുള്ള മുന്നേറ്റം ക്രമസമാധാന പാലന രംഗത്തും ആരോഗ്യ രംഗത്തുമൊക്കെ മോദി സർക്കാർ ഉണ്ടാക്കിയെന്ന് പലരും പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അട്ടിമറിക്കാൻ, ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ പ്രതിപക്ഷം പയറ്റിയ അടവ് എന്തായിരിക്കാം? ഈ പ്രതിപക്ഷത്തിന്റെ അടവ് തീർച്ചയായും അതൊരു ധ്രുവീകരണമായിരുന്നു. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ സംസ്ഥാനങ്ങളായിട്ടുള്ള ബംഗാളിലാവട്ടെ ഉത്തർപ്രദേശിലാവട്ടെ, ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത് പ്രധാനമായ കാരണം പോളറൈസേഷൻ തന്നെയാണ്. ഒരു നേരത്തെ BJPക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചിരുന്നത് അവിടെ ത്രികോണ മത്സരത്തിന്റെ ഒരു ഛായ കലർന്ന മത്സരമായിരുന്നു കഴിഞ്ഞ തവണ വരെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ വലിയ ഒരു ശക്തിയായി ദളിത് പിന്നോക്ക വോട്ടുകളുടെ പ്രതിനിധിയായിട്ടുള്ള മായാവതി ഉണ്ടായിരുന്നു, BSP ഉണ്ടായിരുന്നു. ഈ BSP ഇത്തവണ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വളരെ അപ്രസക്തമായി മാറുന്നു. അവരുടെ പോക്കറ്റിലുണ്ടായിരുന്ന വോട്ടുകൾ അത് പോയത് സമാജ്വാദി പാർട്ടിയിലേക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്കാണെന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം BJPക്ക് അത് NDAക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ NDAക്കെതിരായ ഈ ഭരണഘടന ഉയർത്തി അവർ നടത്തിയ പ്രചരണവും ഒപ്പം തന്നെ ചില ഭരണഘടന തിരുത്തി എഴുതും എന്നുള്ള ചില പ്രചരണങ്ങളുമൊക്കെ വേണ്ടത്ര രീതിയിൽ അല്ലെങ്കിൽ BJP വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല എന്ന് വേണം കരുതാനായിട്ട്. എത്ര വലിയ വികസനങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ജനങ്ങൾ തിരിച്ചു വോട്ട് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ വാജ്പേയി സർക്കാരിന്റെ കാലത്തും ഇത് സംഭവിച്ചിരുന്നല്ലോ. നെഗറ്റീവ് വോട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ജനങ്ങൾ തിരിച്ച് വോട്ട് ചെയ്തു. അതെന്തുകൊണ്ടാണ് എന്ന് ചിലപ്പോൾ ചില കാരണങ്ങൾ നമുക്ക് ഇപ്പോഴും വ്യക്തമാകാതെ വരും. കാരണം അതൊരു വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ആ സമയത്ത് ജനങ്ങൾ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഫലം എന്ന് വേണമെങ്കിൽ കരുതാനാകും. ഏതായാലും UPയിൽ ആ ഘട്ടത്തിലേക്കൊന്നും കടന്നിട്ടില്ല, അത് വളരെ വ്യക്തമാണ്. പിന്നോക്ക OBC അല്ലെങ്കിൽ പിന്നോക്ക വോട്ടുകളും ഒപ്പം തന്നെ ദളിത് മുസ്ലിം വോട്ടുകളും അതിന് വലിയ രീതിയിൽ പോളറൈസേഷൻ ഉണ്ടായി. അത് ഒരു പോക്കറ്റിൽ തന്നെ കേന്ദ്രീകരിച്ചു. ആ പ്രതിഫലനമാണ്, അതാണ് തിരിച്ചടിയായി വോട്ടിൽ NDAക്ക് സംഭവിച്ചത്. എന്തായാലും ഇന്ത്യ പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കണമെങ്കിൽ UP പിടിക്കണം എന്ന ഒരു രാഷ്ട്രീയ സമവാക്യം അത് പതിറ്റാണ്ടുകളായി ഭാരതത്തിലുള്ളതാണ്. ഇത്തവണ UPയിൽ തിരിച്ചടിയേറ്റതോടുകൂടി ദേശീയ തലത്തിൽ BJPക്കും തിരിച്ചടിയേറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJP മൂന്നാം തവണയും അധികാരത്തിൽ എത്തുന്നുണ്ട് UP ഇല്ലാതെ തന്നെ. പക്ഷേ UPയിൽ എന്തു സംഭവിച്ചു എന്നുള്ളത് ചർച്ചാ വിഷയം തന്നെയാണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. സൂക്ഷ്മമായ പരിശോധനകൾ ഒരുപക്ഷെ ഉടനടി വന്നേക്കാം. എന്തായാലും UP ഇല്ലാതെ തന്നെ BJP നിലനിർത്തുന്നു ഭരണം എന്നുള്ളത് ആ പാർട്ടിയുടെ ഒരു വലിയ ശക്തിയായി തന്നെയാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. നമസ്കാരം.